ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഏതാണ് കൂട്ടുകാരി നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ? യെസ്, മണ്ണിൻ്റെ കിനാവുകളാണല്ലേ. ഈ ചാപ്റ്ററിൽ എന്താ കൂട്ടുകാരി പറയുന്നത്? നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? എന്താണ് ഇതിൽ എന്താണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറഞ്ഞാൽ? കിനാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്വപ്നമാണല്ലേ. അതായത് ഈ കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. ഫസ്റ്റ് കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ എന്താണ്, പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കിയാലോ? ഓക്കെ. മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മൂക്കുറ്റികൾ, പൊൻവെയിലിൽ കുരുത്ത മൂക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ. ജസ്റ്റ് ഏത് പൂവിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? മുക്കുറ്റി പൂവിനെയാണല്ലേ. എന്താ പറയുന്നത്? പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, അതായത് സ്വർണ്ണ നിറമുള്ളതായത് വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റി പൂക്കൾ എന്നാണല്ലേ കവി പറയുന്നത്. അതായത് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ, പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, അതായത് വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്നാണ് കവി വരികളിലൂടെ അർത്ഥമാക്കുന്നത് അല്ലേ. ദെൻ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. നെക്സ്റ്റ് പറയുന്നത് തുമ്പകളെ കുറിച്ചാണല്ലേ. തുമ്പപ്പൂക്കളെ എന്തുമായിട്ടാണ് ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത്? നിലാവുമായിട്ടാണല്ലേ. തുമ്പപ്പൂക്കളെ നിലാവുമായിട്ടാണ് കവിയുടെ താരതമ്യം ചെയ്യുന്നത്. ദെൻ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, ചന്തമാകെ പകർന്ന ജമന്തികൾ. നെക്സ്റ്റ് പറയുന്നത് ജമന്തി പൂവിനെ കുറിച്ചാണ് അല്ലേ. എന്താ പറയുന്നത്? സന്ധ്യ നെഞ്ചത്തെടുത്ത്, അതായത് സന്ധ്യാനേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായിട്ടാണ് ജമന്തി പൂക്കളെ കവിയുടെ വർണ്ണിച്ചിരിക്കുന്നത്. സന്ധ്യ എന്നതുകൊണ്ട് എന്താണ്? സമയത്തെയാണല്ലേ വ്യക്തമാക്കുന്നത്. അതായത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചത് കൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ആ നിറം ലഭിച്ചതെന്ന് കവിതയിലൂടെ കവി പറയുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് ലൈൻസ് നോക്കാം. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. അപ്പൊ എന്താ പറയുന്നത്? മഞ്ഞ നക്ഷത്രം എന്ന പോലെ അല്ലേ, വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, അതായത് കുരുക്കുത്തി മുല്ലകൾ വിടരുന്നത് എന്താണ്? യെസ്, മഞ്ഞ നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യെസ്, മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കോളാമ്പി പൂവിനെയാണല്ലേ നെക്സ്റ്റ് പറയുന്നത്. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. നെക്സ്റ്റ് ഏത് പൂവിനെ കുറിച്ചാണ് പറഞ്ഞത്? റോസാ പൂവിന്. പനിനീർ എന്ന് പറയുന്ന റോസ് അല്ലേ, റോസാ പൂവിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. എന്താണ് കുരുക്കുത്തി മുല്ലകൾ അല്ലേ? വിടരുന്നത് എപ്പോഴാണ്? രാത്രിയിലാണല്ലേ. അതിനാലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തി മുല്ലകൾ എന്ന് കവി പറയുന്നത് അല്ലേ. ദെൻ നോക്കൂ. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുകൾ, തൂമയേറിയും ഏറിടും വാടാമലരുകൾ. അതായത് എന്താണ്? കൃഷ്ണകിരീടം പൂക്കളെ കുറിച്ചും വാടാമല്ലി പൂക്കളെ കുറിച്ചിട്ടൊക്കെയാണ് കവി ഇവിടെ പറയുന്നത്. രാജമുദ്ര അണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്ന കവിതയിലൂടെ പറയുന്നു അല്ലേ. അതായത് രാജമുദ്ര അണിഞ്ഞ് ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് ആരെയാണ്? കൃഷ്ണകിരീടം പൂക്കളെയാണ് അല്ലേ. ഏത് പൂവാണ്? കൃഷ്ണകിരീടം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കൃഷ്ണകിരീടത്തിലെയാണ്. ഈ പൂക്കളെ കാണാൻ ഏതാകൃതിയിലാണ് കൂട്ടുകാരെ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പൂവ്. യെസ്, ഒരു കിരീടത്തിന്റെ ആകൃതിയിലാണ് ഉണ്ടാവുക. അതെങ്ങനെയാണ്? ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമപ്പൊട്ട് പോലെ ഭംഗിയുള്ളവരാണ് വാടാമല്ലിപ്പൂക്കൾ എന്നും കവി പറയുന്നുണ്ട് അല്ലെ. ലാസ്റ്റ് ലൈൻ നോക്കൂ. തൂമയേറിടും വാടാമലരുകൾ, അതായത് ഭൂമിയിൽ അണിഞ്ഞ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ട് പോൽ തൂമയേറിടും വാടാമലരുകൾ, ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമപ്പൊട്ട് പോലെ ഭംഗിയുള്ളവരാണ് വാടാമല്ലിപ്പൂക്കൾ എന്നാണ് കവി വരികളിലൂടെ പറയുന്നത്. ദെൻ പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതൊരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. എന്താ കവിതയുടെ അവസാന ഭാഗത്ത് കവി പറയുന്നത്?
പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണല്ലേ. പൂക്കളെ എന്താ പറയുന്നത്? പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. അതായത് പൂക്കളെ ഭൂമിയുടെ മക്കളായിട്ടാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. അതായത് പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. അതായത് ഭൂമിയിൽ പിറന്നത് എന്താണ്? ഭൂമിയിൽ ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്ന് വീഴുന്നുണ്ടല്ലേ. ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് എന്താണ്? വിശാലമായ നീലാകാശമാണ്. ഇതല്ലേ വരികളിൽ പറയുന്നത്. നോക്കൂ, നീലവാനം മിഴികളിലുള്ളവർ നീർക്കടങ്ങളാൽ മാല ചാർത്തുന്നവർ. അതായത് എന്താ പറയുന്നത്? കണ്ണുകൾ അടയുന്നത് വരെ എന്താണ് അവരുടെ കാഴ്ച അത് തന്നെയാണ്. അതായത് ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? മാലകളായിട്ട് ധരിക്കുന്നുണ്ടല്ലേ. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവിയുടെ വർണ്ണിച്ചിരിക്കുന്നത്. ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. എന്താ ഈ വരികളിൽ പറയുന്നത്? അതായത് എത്ര വലിയ ചൂടുണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്നാണല്ലേ കവി പറയുന്നത്. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കൾ എന്താണ്? മണ്ണിൻ്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായുമാണ് കവി വരികളിൽ പറയുന്നത് അല്ലേ. പൂക്കളെ മണ്ണിൻ്റെ സ്വപ്നങ്ങളായിട്ടും, പൂക്കൾ മണ്ണിൽ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കൾ മണ്ണിൻ്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു. പി മധുസൂദനന്റെ ഭൂമി പാടുന്ന ശീലുകൾ പി മധുസൂദനന്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കവിതാഭാഗം മനസ്സിലായല്ലോ. കവിതയുടെ ആശയമൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും എന്ത് ചെയ്യുക? ഈ കവിത മൗനമായിട്ട് 1 or 2 തവണ വായിക്കുക. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കുക. ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. ഫസ്റ്റ് നോക്കൂ, പൂക്കളെ കവിതയിൽ എന്തെല്ലാം പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് മുക്കുറ്റിയെ കുറിച്ചാണല്ലേ പറയുന്നത്. അപ്പോൾ മുക്കുറ്റിയുടെ ചിത്രം വരച്ചു കൊടുക്കുക. ദെൻ മുല്ല, ജമന്തി, ഇവിടെ ജമന്തി അല്ലേ. ദെൻ ഏതാണ്? തുമ്പ, കോളാമ്പി, കൃഷ്ണകിരീടം അല്ലേ. നോട്ട് പുസ്തകത്തിൽ 1 or 2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. ഈ ഒരു പ്രവർത്തനം കൂട്ടുകാരെന്ത് ചെയ്യുക? തനിയെ ചെയ്ത് നോക്കുക. നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുകളുള്ള ഗ്രൂപ്പുകളായി മാറുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക? പൂക്കളുടെ പേരുകളുള്ള ഗ്രൂപ്പുകളായിട്ട് മാറുക. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ട വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താ കൂട്ടുകാർ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുക? ഓരോ പൂവുകൾ എടുക്കുക അല്ലേ. പിന്നെ മുക്കുറ്റി എടുത്ത ഗ്രൂപ്പാണ് എന്ത് ചെയ്യുക? മുക്കുറ്റിയാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ എടുത്തതെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വരിയല്ലേ, പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരി. മുക്കുറ്റിയാണെങ്കിൽ ഏതാണ് ആ വരി കൂട്ടുകാരെ? പൊൻ വെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്ന വരിയാണല്ലേ. ഇനി എന്ത് ചെയ്യുക? അവയുടെ സവിശേഷതകളും കൂടി നമ്മൾ പറയണമല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പിൽ, അതായത് നിങ്ങൾ ഗ്രൂപ്പിൽ മുക്കുറ്റിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ മുക്കുറ്റിയെ കുറിച്ചുള്ള വരികൾ ആദ്യം പറയുക. ദെൻ എന്ത് ചെയ്യുക? അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? സവിശേഷതകൾ നക്ഷത്രം പോലുള്ള കുഞ്ഞുമഞ്ഞ പൂക്കളുമായി മുറ്റത്തും തൊടിയിലുമൊക്കെ ഞങ്ങൾ ഓണക്കാലത്ത് വിരിഞ്ഞു നിൽക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പൂക്കളെയും എടുത്തിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യുക. ഈ ഒരു പ്രവർത്തനം ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. ദെൻ ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. അപ്പോൾ നോക്കൂ, കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? നമുക്കറിയാം, ഏതാണ്? മുക്കുറ്റിയെ കുറിച്ചാണല്ലേ. അപ്പോൾ ഏതാണ് ആ വരി? പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ. ഇത് നെക്സ്റ്റ് പറയുന്നത് തുമ്പയാണ് അല്ലേ. വരി ഏതാണ്? പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. ദെൻ ജമന്തി, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ്റെ ചന്തമാകെ പകർന്ന ജമന്തികൾ. നെക്സ്റ്റ് കോളാമ്പി പൂവല്ലേ. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. അടുത്തത് നമുക്ക് ഏതെഴുതാം? പനിനീർ പൂവല്ലേ. കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീരുകൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കവിതാഭാഗം ഒന്നുകൂടി വായിച്ചു നോക്കി ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഇതുപോലെ എടുത്തെഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ കൂട്ടുകാരെ, എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. പൂക്കളോടൊപ്പം
പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? ഈ ഭൂമിയിൽ ഒട്ടേറെ പൂക്കളുണ്ടല്ലേ. ഈ പൂക്കളെല്ലാം എന്താണ്? ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. സദാസമയം ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലാകാശം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു. അലങ്കാരത്തിനായി നമ്മൾ മാലയണിയുന്നത് പോലെ തന്നെ പൂക്കൾക്ക് അവയുടെ ഇതളുകളിൽ പറ്റി നിൽക്കുന്ന ജലഗണങ്ങൾ എപ്പോഴും അലങ്കാരമാണെന്ന് കവി പറഞ്ഞിരിക്കുന്നത്. ഈ പൂക്കളെല്ലാം തന്നെ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ രാത്രിയെയോ ഇരുട്ടിനെയോ അവർക്ക് പേടിയില്ല. ഏത് ഇരുട്ടിലും പൂക്കൾ ചിരിച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. ഓക്കെ. പൂക്കളും നമ്മളും, പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. നമ്മൾ വായിച്ച കവിതാ ഭാഗത്തുനിന്നുള്ള വരികളാണല്ലേ. അപ്പം ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുറിപ്പ് തയ്യാറാക്കാം അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. വി മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പൂക്കളുടെ മനോഹാരിതയെയും സവിശേഷതയും കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ കവിതയിൽ പറയുന്നത്. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവിയുടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട്, ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളുമെന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിൻ്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായുമാണ് കവി കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലെ ചർച്ച ചെയ്ത് നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്ത് അതുപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താ കൂട്ടുകാരെ? ആസ്വാദന കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കവിതയുടെ പേര്. ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത്? കവിയെക്കുറിച്ച്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, പ്രധാന ആശയങ്ങൾ, സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും. ദെൻ സമാനാശയമുള്ള മറ്റു കവിതകളിലെ വരികൾ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? കവിതയുടെ പേര് എഴുതണമല്ലേ. മണ്ണിൻ്റെ കിനാവുകളാണല്ലേ. ദെൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോന്നും ഇത് ഈ മനോപടം എന്ത് ചെയ്യുക? പൂർത്തീകരിക്കുക. ഓക്കെ, നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കിയാലോ. മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേര് നൽകുമല്ലോ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് എഴുതാം. വി മധുസൂദനൻ നായർ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന പുസ്തകത്തിലെ മനോഹരമായൊരു കവിതാഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് കവി പറയുന്നത്. കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് കവി പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ചാണ് പറയുന്നത്. കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു. അവസാന ഭാഗത്തെ എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു. ഇതിലൂടെയാണ് മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്.
ഇതിലൂടെ മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് കവി വരികളിലൂടെ അർത്ഥമാക്കുന്നു. തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത്. തുമ്പപ്പൂക്കൾ നിലാവ് പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു. സന്ധ്യാനേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായാണ് ജമന്തി പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത്. സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചതുകൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ആ നിറം ലഭിച്ചതെന്ന് കവിതയിലൂടെ പറയുന്നു. കുരുക്കുത്തി മുല്ലകൾ വിടരുന്നത് രാത്രിയിലാണ്. അതിനാലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തി മുല്ലകൾ എന്ന് കവി പറയുന്നത്. കവിതയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃഷ്ണകിരീടം പൂക്കളെക്കുറിച്ചും വാടാമല്ലി പൂക്കളെക്കുറിച്ചും മനസ്സിലാക്കാം. രാജമുദ്രയണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു. രാജമുദ്ര അണിഞ്ഞ ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് കൃഷ്ണകിരീടം പൂക്കളെയാണ്. ഈ പൂക്കളെ കാണാൻ കിരീടം ആകൃതിയിലാണ് ഉണ്ടാവുക. ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമപ്പൊട്ട് പോലെ ഭംഗിയുള്ളവരാണ് വാടാമല്ലി പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്ന ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെയാണ്. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവൾ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവിയുടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെയും മണ്ണിന്റെ സ്വപ്നങ്ങളെയും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു. ഏത് ചൂടിലും വാഴാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ എന്ന വരികളാണ് എനിക്ക് ഈ കവിതയിലേറെ ഇഷ്ടമായത്. ഈ വരികളിൽ പൂക്കളുടെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള കഴിവിനെയും മനോധൈര്യത്തെയും കവി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വരികൾ ഏറെ ഇഷ്ടമായത്. മനോഹരമായ ഈണത്തിലും താളത്തിലും ചൊല്ലാവുന്ന അർത്ഥവത്തായ നല്ലൊരു കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നെക്സ്റ്റ് ചുമർപത്രിക തയ്യാറാക്കാമെന്നുള്ള പ്രവർത്തനമാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർപത്രിക തയ്യാറാക്കാം, ക്ലാസ്സിൽ അവതരിപ്പിക്കാം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്കും പൂക്കളാകാം എന്ന പ്രവർത്തനം നൽകിയിരിക്കുന്ന പൂക്കളുടെ വിവരങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ വരച്ച ചിത്രങ്ങളും ചേർത്തിട്ട് എന്ത് ചെയ്യുക? ചുമർപതിപ്പ് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. മലർമാല കോർക്കാം. പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പൂക്കളുമായി ബന്ധപ്പെട്ട കവിതകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ എന്ത് ചെയ്യുക? കവിതകളൊക്കെ അവതരിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഒരു തൈ നടാം. ഈ കവിതാഭാഗം വായിക്കൂ. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതുമഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. സുഗതകുമാരി. കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാരെ കവിതയിൽ പറയുന്നത്? ഓക്കെ, നമുക്ക് എഴുതാം. സുഗതകുമാരി എഴുതിയ മനോഹരമായ കവിതയാണ് ഇത്. ഒരു തൈ നടാം. ഈ കവിത എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണല്ലേ. ഓക്കെ, തൈ നടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലേ ഇതിൽ പറയുന്നത്. ഇതിനെന്തൊക്കെയാ പറയുന്നത്? അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരു തൈ നടാം, കൊച്ചു മക്കൾക്ക് വേണ്ടി തൈ നടാം, 100 കിളികൾക്ക് വേണ്ടി തൈ നടാം, നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം. അമ്മയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അമ്മയും ഭൂമിയും കടന്നു വരും. വരാൻ പോകുന്ന തലമുറകൾക്കായി ഇന്ന് നാം തൈകൾ നടണം. മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, കിളികൾക്ക് വേണ്ടി കൂടിയാണ് തൈകൾ നടുന്നത്. ഫലങ്ങളും തണലും തണുപ്പും ശുദ്ധവായുവും മഴയും എല്ലാം നൽകുന്ന മരങ്ങൾ നല്ല ഭാവിക്ക് വേണ്ടി നാം നട്ടു വളർത്തണം എന്ന ആശയമാണ് കവയിത്രി പങ്കുവയ്ക്കുന്നത്. ആഗോളതാപനത്തിന് ഇത്തരം മരങ്ങൾ എന്ന മുദ്രാവാക്യം, അതായത് ആഗോളതാപനത്തിലെ ആശയമാണ്
ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് എഴുതുക. ഓക്കെ, അപ്പം എല്ലാ പ്രവർത്തനങ്ങളും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.